എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. കേരളത്തിലും ഇന്ത്യയിലും കോവിഡ് കേസുകളെ കുറച്ചധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പലരും പല ആശങ്കയോട് കൂടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റുകളുണ്ടോ, നമുക്കിനി പഴയ രീതിയിലേക്ക് തന്നെ പോകേണ്ടി വരുമോ? പലർക്കും ഭയങ്കര ആശങ്കയാണ്. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം കോവിഡ് നമുക്ക് തന്ന ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് അല്ലേ. നമുക്കിപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു ഉൾക്കിടലമാണ്. അപ്പം അതുകൊണ്ട് പലരും ചോദിച്ചൊരു ചോദ്യം, ആ ഒരു കൺസേൺ ആണ് ഇന്ന് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. നോക്കൂ, ശരിയാണ്, കോവിഡിൻ്റെ കേസുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഇന്ത്യയിലും കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല. ലോകത്താകമാനം ഇപ്പോൾ കോവിഡ് കേസുകൾ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജയിലാണ്, UAE-യിൽ. ഇവിടെയും ഞങ്ങൾക്ക് കോവിഡ് കേസുകൾ കിട്ടുന്നുണ്ട്. ഇപ്പം ഇന്ന് പോലും ഒരു കുഞ്ഞ് 8 മാസമുള്ള ഒരു കുഞ്ഞിന് കോവിഡായിട്ട് വന്നതേ ഉള്ളൂ. പക്ഷേ സീരിയസ് ആയിട്ടുള്ള കേസുകളൊന്നുമില്ല. ഇതൊരു ജലദോഷപ്പനി പോലെ, സാധാരണ ഒരു ഇൻഫ്ലുവൻസ വരണ പോലെ, റെസ്പിറേറ്ററി സിൻസേഷ്യൽ വൈറസ് വരണ പോലെ, അങ്ങനെ ഒരു ചെറിയ ജലദോഷപ്പനി ആയിട്ട് വന്നു പോകുന്ന ഒരു അവസ്ഥയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡിനെ ഒരിക്കലും നമുക്ക് ഇപ്പോൾ നമ്മൾ വസൂരി സ്മോൾ പോക്സിനെയൊക്കെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറയും, അതായത് ഉന്മൂലനാശനം വരുത്തി. അങ്ങനെ ഒരിക്കലും നമുക്ക് കോവിഡിനെ ഉന്മൂലനാശനം വരുത്താനൊന്നും സാധിക്കില്ല. കാരണം ഇതൊരു വൈറസാണ്. അപ്പോൾ ലക്ഷോപലക്ഷം വൈറസുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ കോവിഡും നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വൈറസ് അസുഖങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിനൊരു സീസണൽ ചേഞ്ച് ഉണ്ട്. അതായത് ഒരു സീസണിൽ ഇത് കുറച്ച് സർജ് വരും, അതായത് കുറച്ചധികം കേസസ് വരും, ഒരു തിരമാല പോലെ. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കുറയും. പിന്നെ കുറച്ച് കാലത്തേക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. വീണ്ടും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സർജ് ഉണ്ടാവും. അപ്പോൾ ഇത് പലപ്പോഴും അധിക വൈറസ് ഡിസീസസുകളും അങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇൻഫ്ലുവൻസ പലപ്പോഴും ഒരു സീസണാണ്, ഇൻഫ്ലുവൻസയുടെ സീസണാണ് പറയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സീസണൽ സംഭവങ്ങൾ കാണിക്കുന്ന ഒരു പ്രത്യേകത ഈ വൈറസുകൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോവിഡ് ഒരു വൈറസ് ആണല്ലോ. അപ്പോൾ അതിന് പറ്റുന്ന കാലാവസ്ഥ വരുന്ന സമയത്ത് അത് കുറച്ചധികം കേസുകളൊക്കെ ആ സമയത്ത് ഒന്ന് പൊന്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതത്ര കരുതിയാൽ മതി കേട്ടോ. പക്ഷേ ഇതിനെ ഞാൻ വളരെ ലഘൂകരിച്ച് പറയുകയല്ല. നമുക്കറിയുന്ന പോലെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഗ്രൂപ്പുകാർ വളരെയധികം ശ്രദ്ധിക്കണം. വയസ്സായ ആളുകൾ, കുട്ടികൾ, ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, കാലാകാലങ്ങളായിട്ട് പല രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുമായിട്ട് മല്ലടിക്കുന്നവർ, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവർ, അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നവർ. അപ്പോൾ ഇവർക്കൊക്കെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾ അല്ലെ, നമുക്കറിയുന്നതാണല്ലോ, കോവിഡിൻ്റെ മരണങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സിവിയർ ആവുന്നതൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രൂപ്പിലാണ്. അപ്പോൾ അവരെന്തുകൊണ്ട് ശ്രദ്ധിക്കണം? അങ്ങനെയുള്ള ആളുകൾ വീട്ടിലുള്ളവരും ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ചുമക്കുകയും തുമ്മുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു മാന്യത പുലർത്തുക, ഒന്ന് തൂവാല കൊണ്ടൊക്കെ ഒന്ന് മറയ്ക്കുക, കൈ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുക, ഇടയ്ക്കിടയ്ക്ക് മാസ്ക് ധരിക്കുന്ന സൗകര്യമുള്ളവർക്ക് ധരിക്കാം. അതൊരു എന്താ പറയുക ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാസ്ക് ധരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ അത് നമ്മുടെ സുരക്ഷിതത്തിന് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളുടെ സുരക്ഷിതത്തിനും കൂടി വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. ഇതൊരു നോർമൽ സർജായിട്ട് കരുതിയാൽ മതി. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റിൽ നമ്മുടെ ഗൂഗിളൊന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ജൂൺ 16-ാം തീയതിയാണ്. ഇന്ന് ഇന്ത്യയിൽ ആക്റ്റീവായിട്ട് ഏകദേശം 7000 ചില്ലാനം കേസുകളുണ്ട്. കേരളത്തിലാണെങ്കിൽ ഏകദേശം 2000-ൻ്റെ അടുത്ത് കേസുകളുണ്ട്. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് കേരളത്തിൽ അയ്യോ ഈ 7000 കേസിൽ 2000 കേസ് കേരളത്തിലാണല്ലോ. അങ്ങനെയല്ല. നമുക്കറിയാലോ, കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി പ്രൊവാക്റ്റീവായിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുന്നത് കൊണ്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണവും കൂടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ നന്നായിട്ട് അതിനെ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ, അല്ലാതെ കേരളം മോശമായതുകൊണ്ടല്ല. കൂടുതൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കേസുകൾ പോസിറ്റീവായിട്ട് വരും. അപ്പോൾ ഏകദേശം 2000 കേസുകളോളം നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട്. പിന്നെ ടോട്ടൽ ഡെത്തുകൾ നോക്കുകയാണ്, ജനുവരി 2025 മുതൽ സംഭവിച്ച ഡെത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 108 ഡെത്തുകളും കേരളത്തിൽ ഏകദേശം 35 ഡെത്തുകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കേരളത്തിൽ ജനുവരി 2025 മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 5000-ൻ്റെ അടുത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് കഴിഞ്ഞൊരു 5 മാസത്തിനുള്ളിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് അത്ര വലിയൊരു എന്താ പറയുക സിവിയർ സിറ്റുവേഷനോ എമർജൻസി എന്നൊന്നും പറയാനില്ല. ഇതൊക്കെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു സർജറി എന്ന് പറയുന്നത്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചിട്ട് ഇത്തരത്തിൽ ഒരു ഇതുണ്ടാവും എന്ന് അറിയാലോ. അപ്പോൾ കോവിഡിന് ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥ, അതിന് നന്നായിട്ട് എന്താ പറയുക സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ, അതിന് ഫേവറബിൾ ആയിട്ടൊരു കാലാവസ്ഥ വരുമ്പോൾ ഇത്തരത്തിലൊരു കേസുകൾ സർജ് ഉണ്ടാവും. അത് കഴിഞ്ഞൊന്ന് കുറയും. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 8 to 9 months ആണ് അതിൻ്റെ ഈ ഒരു വേവ് നമ്മൾ പറയുന്നത്. പിന്നെ ജനിതക മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ജനിതക വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു JN1 എന്ന് പറയുന്ന സ്ട്രെയിനാണ് ഇപ്പോൾ കൂടുതലായിട്ട് കേസുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ
അത് ഒമിക്രോണിൻ്റെ ഒരു വകഭേദമാണ്, വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, അങ്ങനെ സിവിയറിറ്റി ഒന്നും കൂട്ടുന്ന ടൈപ്പ് അല്ല, ഒരു ഭാവത്താനാണ്. അപ്പോൾ വലിയ ഇതായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുന്നത് കൊണ്ടും കൂടുതൽ കേസുകൾ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാവരും അധിക ശതമാനം ആളുകളും ഒരു വാക്സിനെങ്കിലും എടുത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ നമ്മളെ ഒന്നും ബാധിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. പേടിക്കേണ്ട, ജാഗ്രത മതി. പക്ഷെ ജാഗ്രത ഒരിക്കലും കൈവിടരുത്. ഹൈറിസ്ക് ഗ്രൂപ്പുകാർ, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഹൈറിസ്ക് ഗ്രൂപ്പുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആളുകൾ വീട്ടിലുള്ളവരും ശ്രദ്ധിക്കണം. കാര്യം നമ്മളായിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട റെസ്പിറേറ്ററി എറ്റിക്വറ്റ്സ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, ചുമക്കുക തുമ്മൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ കൈകൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക, മാസ്ക്, ഇങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കും. ഒരിക്കലും കോവിഡ് പേടിക്കൊന്നും വേണ്ട. പണ്ടത്തെ ഒരു അവസ്ഥയിലേക്കൊന്നും ഇനി നമ്മളെ കോവിഡ് കൊണ്ടുപോകില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ബൈ.